lecture is about circular convolution and methods to evaluate circular convolution. Circular convolution. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു DSPs ലീനിയർ കൺവല്യൂഷൻ സപ്പോർട്ട് ചെയ്യില്ല, സർക്കുലർ കൺവല്യൂഷൻ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ രണ്ട് സീക്വൻസസ് എടുക്കുകയാണ്, x1 of n, x2 of n. ഇവിടെ രണ്ട് സീക്വൻസസും എന്താണ്? പീരിയോഡിക് സീക്വൻസസ് ആണ്. ലീനിയർ കൺവല്യൂഷന്റെ കേസിൽ രണ്ട് സീക്വൻസസ് എന്ന് പറയുമ്പോൾ അത് രണ്ടും ഡിഫറെന്റ് ലെങ്ത് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ സർക്കുലർ കൺവല്യൂഷൻ ചെയ്യണമെങ്കിൽ രണ്ട് സീക്വൻസസും എന്ത് തന്നെ ആയിരിക്കണം? സെയിം ലെങ്ത് ആയിരിക്കണം. മാത്രമല്ല അതെന്താണ്? പീരിയോഡിക് സീക്വൻസസും ആണ്. x1 of n and x2 of n are two periodic sequences with n samples in a period. Periodicity with n ആണ്. എങ്കിൽ സർക്കുലർ കൺവല്യൂഷന്റെ എക്സ്പ്രഷൻ x1 of n circular convolution x2 of n is equal to sigma m is equal to 0 to n minus 1 x1 of m x2 of n minus m modulo n. ഇവിടെ ലീനിയർ ഷിഫ്റ്റ് അല്ല, എന്താണുള്ളത്? സർക്കുലർ ഷിഫ്റ്റ് ആണ്. x2 of n minus m modulo n എന്ന് പറയുമ്പോൾ ഏതാണ്? സർക്കുലർ ഷിഫ്റ്റ് ആണ്. ഇനി സർക്കുലർ കൺവല്യൂഷൻ പ്രോപ്പർട്ടി നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞതാണ്. ഇഫ് x1 of k and x2 of k are n point DFTs of x1 of n and x2 of n respectively. x1 of n ന്റെ DFT x1 of k, x2 of n ന്റെ DFT x2 of k. എങ്കിൽ DFT of x1 of n circular convolution x2 of n, x1 of n circular convolution x2 of n ടൈം ഡൊമെയിനിൽ അതിന്റെ DFT എടുക്കുമ്പോൾ എങ്ങോട്ടോ ഫ്രീക്വൻസി ഡൊമെയിനിൽ പോകും. സോ ഫ്രീക്വൻസി ഡൊമെയിനിൽ എന്തായിട്ട് മാറുന്നു? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറുന്നു. x1 of k into x2 of k. സോ ടൈം ഡൊമെയിനിൽ സർക്കുലർ കൺവല്യൂഷൻ, ഫ്രീക്വൻസി ഡൊമെയിനിലോട്ട് പോകുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? കറസ്പോണ്ടിങ് സീക്വൻസസിന് എന്തായിട്ട് മാറുന്നു? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറുന്നു. x1 of k into x2 of k. സോ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിൽ എന്ത് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ? സർക്കുലർ കൺവല്യൂഷൻ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ലീനിയർ കൺവല്യൂഷന്റെ റിസൾട്ട് നമുക്ക് സർക്കുലർ കൺവല്യൂഷൻ വഴി കണ്ടുപിടിക്കാം. അത് ഇനി എങ്ങനെയാണെന്ന് നെക്സ്റ്റ് ലെക്ചറിൽ നമുക്ക് പറയാം. നെക്സ്റ്റ് മെത്തേഡ്സ് ടു ഇവാലുവേറ്റ് സർക്കുലർ കൺവല്യൂഷൻ. സർക്കുലർ രണ്ട് സീക്വൻസസ് തന്നാൽ അതിന്റെ സർക്കുലർ കൺവല്യൂഷൻ കണ്ടുപിടിക്കാൻ 3 മെത്തേഡ്സ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് ആണ്. കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് ഇപ്പോൾ ജസ്റ്റ് മെത്തേഡ് എങ്ങനെയാണെന്ന് പറയാം, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. സോ കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് എന്ന് പറയുമ്പോൾ രണ്ട് സീക്വൻസസ് ആണുള്ളത്, x1 of n x2 of n. അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് സർക്കുലർ കൺവല്യൂഷൻ. ഇപ്പൊ ഔട്ട്പുട്ട് x3 of n എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ രണ്ട് സർക്കിൾസ് വരയ്ക്കും. ഒരു ഔട്ടർ സർക്കിളും കാണും, അതിന്റെ അകത്ത് എന്തും കാണും, ഒരു ഇന്നർ സർക്കിളും കാണും. ഔട്ടർ സർക്കിളിൽ ആരെ പ്ലേസ് ചെയ്യാണ്? x1 of n നെ പ്ലോട്ട് ചെയ്യാണ്. ഔട്ടർ സർക്കിളിൽ x1 of n നെ പ്ലോട്ട് ചെയ്യുന്നു. അത് ഏത് ഡയറക്ഷനിൽ? കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പ്ലോട്ട് ചെയ്യും. എന്നിട്ട് ഇന്നർ സർക്കിളിൽ ആരെ പ്ലോട്ട് ചെയ്യും? x2 of n നെ പ്ലോട്ട് ചെയ്യും. അത് പക്ഷെ ഏത് ഡയറക്ഷനിൽ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പ്ലോട്ട് ചെയ്യും. എന്നിട്ട് കറസ്പോണ്ടിങ് സാമ്പിൾസ് എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ആണ്. നമുക്ക് ഇതിന്റെ തിയറി നിങ്ങൾ ജസ്റ്റ് പ്രോബ്ലം ചെയ്തിട്ട് ഈ തിയറി വായിച്ചാൽ മതി. നമുക്ക് പ്രോബ്ലം നോക്കാം. സോ ഇവിടെ ഒരു രണ്ട് സീക്വൻസസ് തന്നിട്ടുണ്ട്. പെർഫോം ദ സർക്കുലർ കൺവല്യൂഷൻ ഓഫ് ദ ഫോളോയിങ് സീക്വൻസസ് x1 of n 1 1 2 1 x2 of n 1 2 3 4. ഇവിടെ രണ്ട് സീക്വൻസസ് ആണ് തന്നിരിക്കുന്നത്. അവിടെ കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് യൂസ് ചെയ്യാണ്. സോ ആദ്യം ഇപ്പൊ നമ്മളുടെ ഈ രണ്ട് സീക്വൻസിന്റെ ലെങ്ത് ഇവിടെ ഈക്വൽ ആണ്. ലെങ്ത് ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ ഈക്വൽ ആക്കണം എപ്പോഴും. ഇപ്പൊ ഒരു സീക്വൻസിന്റെ ലെങ്ത് 4 ആണ്, വേറൊരു സീക്വൻസിന്റെ ലെങ്ത് 3 ആണെങ്കിൽ എന്ത് ചെയ്യണം? രണ്ട് 4 ആക്കി മാറ്റണം. അപ്പൊ 3 ഉള്ളതിന്റെ കൂട്ടത്തിൽ ഒരു 0 കൂടി ആഡ് ചെയ്ത് അത് എന്താക്കി മാറ്റണം? 4 ആക്കി മാറ്റണം. എപ്പോഴും രണ്ട് സീക്വൻസിന്റെ ലെങ്ത് എന്താക്കി മാറ്റണം? സെയിം ലെങ്ത് ആക്കി മാറ്റിയിട്ട് വേണം എന്ത് ചെയ്യാൻ? സർക്കുലർ കൺവല്യൂഷൻ ചെയ്യാൻ. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സീക്വൻസസ് x1 of n ഉം x2 of n ഉം ഈക്വൽ ലെങ്ത് ഉള്ളതാണ്. രണ്ടിന്റെയും ലെങ്ത് 4. സോ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് സീക്വൻസിലും എത്ര സാമ്പിൾസ് ആണ്? 4 സാമ്പിൾസ് ആണ്. സോ ഫസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കണം. സോ നമുക്ക് എവിടെ തൊട്ട് എവിടം വരെ കണ്ടുപിടിക്കണം? y of 0 കണ്ടുപിടിക്കണം, y of 1 കണ്ടുപിടിക്കണം, y of 2 കണ്ടുപിടിക്കണം, y of 3 കണ്ടുപിടിക്കണം. അങ്ങനെ 4 വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. സോ y of 0 കണ്ടുപിടിക്കാനായിട്ട് ആദ്യം എന്ത് ചെയ്യണം? രണ്ട് സർക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഔട്ടർ സർക്കിളിൽ ആരെ പ്ലോട്ട് ചെയ്യാണ്? x1 of n നെ പ്ലോട്ട് ചെയ്യുന്നു. ഔട്ടർ സർക്കിൾ അത് ഏത് ഡയറക്ഷനിൽ പ്ലോട്ട് ചെയ്യണം? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പ്ലോട്ട് ചെയ്യണം. സോ ഇവിടെ x1 of 0 ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആകുമ്പോൾ ഇവിടെ x1 of 1, ഇവിടെ x1 of 2, അടുത്ത എന്താണ്? x1 of 3.
ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പ്ലോട്ട് ചെയ്തു 1 1 2 1 ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഔട്ടർ സർക്കിളിൽ x1 of n പ്ലോട്ട് ചെയ്തു. ഇനി ഇന്നർ സർക്കിളിൽ ആരെ പ്ലോട്ട് ചെയ്യാണ് നമ്മൾ x2 of n നെ പ്ലോട്ട് ചെയ്യാണ്. അത് പക്ഷേ ഏത് ഡയറക്ഷനിലാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പ്ലോട്ട് ചെയ്യണം. x2 of 0 x2 of 1 x2 of 2 x2 of 3 1 2 3 4. അപ്പോൾ ഔട്ടർ സർക്കിളിൽ x1 of n നെ പ്ലോട്ട് ചെയ്തു. അത് ഏത് ഡയറക്ഷനിൽ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ഇന്നർ സർക്കിളിൽ x2 of n നെ പ്ലോട്ട് ചെയ്തു. അത് ഏത് ഡയറക്ഷനിൽ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ഇതെല്ലാം ഈക്വലി സ്പേസ്ഡ് പോയിന്റ്സ് ആയിട്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ പ്ലോട്ട് ചെയ്യാൻ. അപ്പൊ ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം കറസ്പോണ്ടിങ് സാമ്പിൾസിനെ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ എല്ലാം കറസ്പോണ്ടിങ് സാമ്പിൾസിനെ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് അതിന്റെ സം എടുക്കണം. സോ ഇവിടെ കറസ്പോണ്ടിങ് സാമ്പിൾസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into 1 പ്ലസ് അടുത്ത ഏതാണ്? 1 into 4 പ്ലസ് 2 into 3 പ്ലസ് 1 into 2. സോ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ആരെ കിട്ടും? y of 0 കിട്ടും. ആൻസർ ഇസ് 13. ഇനി അടുത്ത് നമുക്ക് ആരെ കണ്ടുപിടിക്കണം? y of 1 കണ്ടുപിടിക്കണം. y of 1 കണ്ടുപിടിക്കാനായിട്ട് ഔട്ടർ സർക്കിളിൽ ഒന്നും ചെയ്യേണ്ട. ഔട്ടർ സർക്കിൾ അതുപോലെ തന്നെ 1 1 2 1 അതുപോലെ തന്നെ ഇന്നർ സർക്കിളിന് എന്ത് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യുക. ഇന്നർ സർക്കിളിൽ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യേണ്ടുള്ളത്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണം. ഇന്നർ സർക്കിളിൽ നമ്മൾ പ്ലോട്ട് ചെയ്തത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. പക്ഷെ റൊട്ടേറ്റ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്ത് പ്ലോട്ട് ചെയ്യണം? എന്ത് റൊട്ടേറ്റ് ചെയ്യണം? ഇന്നർ സർക്കിൾ റൊട്ടേറ്റ് ചെയ്യണം. സർക്കുലർ ഷിഫ്റ്റ് അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാണ്? ഇവിടെ നേരത്തെ എന്തായിരുന്നു? ഇവിടെ 1 ആയിരുന്നു. സോ അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാകുമ്പോൾ ഇവിടെ ഇന്നർ സർക്കിളിൽ ഈ 1 എങ്ങോട്ട് പോകും? ഈ പോയിന്റിലോട്ട് വരും. സോ അതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന 1 എങ്ങോട്ട് വന്നു? ഈ പോയിന്റിലോട്ട് വന്നു. സോ 1 4 3 2. സോ ഇവിടെ 1 ഇവിടെ വന്നു. സോ അതുപോലെ തന്നെ 4 3 2. ഒരു തവണ ഒരു സാമ്പിൾ വെച്ച് ഇന്നർ സർക്കിളിന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തു. ഇനി വീണ്ടും പഴയ പോലെ തന്നെ കറസ്പോണ്ടിങ് സാമ്പിൾസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. 2 into 1 പ്ലസ് 1 into 1 പ്ലസ് 2 into 4 പ്ലസ് 3 into 1. സോ നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടും? 14 കിട്ടും. ഇനി y of 2 കണ്ടുപിടിക്കണം. y of 2 കണ്ടുപിടിക്കണമെങ്കിലും ഔട്ടർ സർക്കിളിൽ ഒന്നും ചെയ്യേണ്ട. ഇന്നർ സർക്കിളിൽ വീണ്ടും ഇതുപോലെ ഒരു സാമ്പിൾ എന്ത് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ 2 ആയിരുന്നത് ഇനി എങ്ങോട്ട് വരും? ഇനി ഇങ്ങോട്ട് വരും. ഇവിടെ നിന്ന് വരും 2. അപ്പൊ ഇവിടെ 2 ആയിരുന്നത് എങ്ങോട്ട് വന്നു? ഇങ്ങോട്ട് വന്നു. സോ 2 1 4 3. വീണ്ടും ഇന്നർ സർക്കിൾ ഒരു സാമ്പിൾ എന്ത് ചെയ്തു? റൊട്ടേറ്റ് ചെയ്തു. വീണ്ടും കറസ്പോണ്ടിങ് സാമ്പിൾസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. 3 into 1 പ്ലസ് 2 into 1 പ്ലസ് 2 into 1 പ്ലസ് 4 into 1. സോ ആൻസർ ഇസ് 11. വീണ്ടും y of 3 കണ്ടുപിടിക്കണം. y of 3 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? വീണ്ടും അതുപോലെ തന്നെ ഔട്ടർ സർക്കിൾ ഒന്നും ചെയ്യേണ്ട. അതുപോലെ തന്നെ ഇരിക്കുക. ഇന്നർ സർക്കിളിനെ വീണ്ടും റൊട്ടേറ്റ് ചെയ്യുക. ഇവിടെ 3 ആയിരുന്നത് ഇനി ഇങ്ങോട്ട് വരും. സോ ഇവിടെ 3 ആയിരുന്നത് എങ്ങോട്ട് വന്നു? ഇങ്ങോട്ട് വന്നു 3. സോ ബാക്കി എന്താ ഉള്ളത്? 2 1 4. അതേ ഓർഡറിൽ തന്നെ 2 1 4. ഇനി വീണ്ടും കറസ്പോണ്ടിങ് പോയിന്റ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 4 into 1 പ്ലസ് 3 into 1 പ്ലസ് 2 into 2 പ്ലസ് 1 into 1. സോ ആൻസർ ഇസ് ഈക്വൽ ടു എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇസ് ഈക്വൽ ടു 12. മൊത്തം 4 സാമ്പിൾസ് അല്ലേ ഉള്ളൂ. സോ നമ്മളുടെ ഔട്ട്പുട്ട് 4 സാമ്പിൾസേ വരൂ. y of 0 y of 1 y of 2 y of 3. എന്ത് കിട്ടും? y of n is equal to ആൻസർ എടുത്ത് എഴുതുക 13 14 11 12. ഇനി ഇന്നർ സർക്കിളിനെ വീണ്ടും റൊട്ടേറ്റ് ചെയ്താൽ പഴയ കണക്ക് വരും. ആദ്യത്തെ കണക്ക് വരും. ഇനി ഇന്നർ സർക്കിളിനെ റൊട്ടേറ്റ് ചെയ്താൽ 4 ഇങ്ങോട്ട് വരും 1 ഇങ്ങോട്ട് വരും. ആദ്യത്തെ അതേ കണക്ക് വരും. സോ അതുവരെ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യുക. അടുത്ത നെക്സ്റ്റ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ചെറിയ മാർക്കിനൊക്കെ ചോദിക്കുകയാണ്. ഇപ്പോൾ 4 to 5 മാർക്കൊക്കെ ചോദിക്കുകയാണ്. മാത്രമല്ല മെത്തേഡ് എന്താണെന്ന് സ്പെസിഫൈ ചെയ്തൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ സർക്കുലർ കൺവല്യൂഷൻ ചെയ്യാനുള്ള ഈസിയർ മെത്തേഡ് ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ്. ഇനി ഇവിടെ നമ്മൾ നോക്കാം. ഇവിടെ സർക്കുലർ കൺവല്യൂഷൻ 2 സീക്വൻസസ് x1 of n ഉം x2 of n ഉം. അപ്പൊ രണ്ടാമത്തെ സീക്വൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സർക്കുലർ ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ രണ്ടാമത്തെ സീക്വൻസ് x2 of n ഇതിപ്പോ തിരിച്ചു മറിച്ചു ഒന്നും ആയിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. സോ x2 of n എടുക്കാണ്. ആ x2 of n എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു? സർക്കുലർ ഷിഫ്റ്റ് വഴി ഒരു n by n മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. x1 of n ലും എത്ര സാമ്പിൾസ് ഉണ്ട്? n സാമ്പിൾസ് ഉണ്ട്. അതായത് x1 of 0 തൊട്ട് x1 of n minus 1 വരെ ഉണ്ട്. x2 of n ലും n സാമ്പിൾസ്. അപ്പൊ x2 of 0 തൊട്ട് എവിടെ വരെ ഉണ്ട്? x2 of n minus 1 വരെ ഉണ്ട്. അപ്പൊ ഈ x2 of n നെ ഞാൻ ഒരു n by n മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കിയേ? x2 of 0 തൊട്ട് x2 of n minus 1 വരെയുള്ള സാമ്പിൾസ് ഇവിടെ എഴുതി. ഫസ്റ്റ് കോളത്തിൽ എഴുതി x2 of 0 തൊട്ട് x2 of n minus 1 വരെ. ഇനി സർക്കുലർ ഷിഫ്റ്റ് ചെയ്യാണ്. ദാണ്ട് ഈ x2 of n minus 1 എങ്ങോട്ട് വരുന്നു? മുകളിലോട്ട് വരുന്നു. ബാക്കി അത്രയും സാമ്പിൾസ്, അതായത് ഇവിടെ x2 of 0 തൊട്ട് x2 of n minus 2 വരെ ഉള്ളത് അതുപോലെ താഴോട്ട് എഴുതുന്നു. ഇനി ഇവിടെ അടുത്ത കോളം കണ്ടുപിടിക്കാനായിട്ട് x2 of n minus 2 മുകളിലോട്ട് വരുന്നു. ബാക്കി അത് എത്രയും, അതായത് x2 of n minus 1 തൊട്ട് x2 of n minus 3 വരെ ഉള്ളത് ദാണ്ട് ഇതുപോലെ താഴോട്ട്.
ഇനി വീണ്ടും x of n minus 3 ഇങ്ങോട്ട് വരും, മുകളിലോട്ട് വരും, ബാക്കിയെല്ലാം അതുപോലെ താഴോട്ട് വരും. ഇനി ലാസ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ x of 1 മുകളിലോട്ട് വന്നു, ബാക്കിയുള്ള x of 2 തൊട്ട് x of 0 വരെ ഉള്ളത് അതുപോലെ താഴോട്ട് വന്നു. ഇനി വീണ്ടും പോയാൽ എന്ത് പറ്റും? x of 0 മുകളിലോട്ട് പോയതാണ്ട് ഈ ആദ്യത്തെ കോളം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും. സോ മൊത്തം n by n മെട്രിക്സ് ആക്കി മാറ്റുക. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ 4 സാമ്പിൾസ് ഉള്ള ഒരു സീക്വൻസ് ആണെങ്കിൽ ഒരു 4 by 4 മെട്രിക്സ് ആക്കി മാറ്റുക. 4 റോസും 4 കോളംസും ഉള്ള ഒരു മെട്രിക്സ് ആക്കി മാറ്റുക. ഇനി അടുത്ത നെക്സ്റ്റ് ഫസ്റ്റ് സീക്വൻസ് x1 of n, അതിനൊരു കോളം മെട്രിക്സ് ആയിട്ട് എഴുതുക. x1 of 0 തൊട്ട് x1 of n minus 1 വരെ ഒരു കോളം മെട്രിക്സ് ആയിട്ട് എഴുതുക. ഇനി രണ്ട് മെട്രിക്സും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട്, അതാണ് നമ്മളുടെ ഔട്ട്പുട്ട് സീക്വൻസ്. സർക്കുലർ കൺവല്യൂഷന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഈ കിട്ടുന്ന മെട്രിക്സിൽ കിട്ടുന്ന വാല്യൂസ്, അതായത് x3 of 0 തൊട്ട് x3 of n minus 1 വരെയുള്ള വാല്യൂസ്. മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ കിട്ടുന്ന മെട്രിക്സിലുള്ള വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് സീക്വൻസ് കിട്ടും. നമുക്ക് മെട്രിക്സ് മെത്തേഡിന്റെ ഒരു പ്രോബ്ലം നോക്കാം. ഇവിടെ x1 of n സീക്വൻസ് എന്താണ്? 1 1 2 1, x2 of n 1 2 3 4. ഇവിടെ രണ്ട് സീക്വൻസ് ഈക്വൽ ലെങ്ത് ആണ്, അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഈക്വൽ ആക്കണ്ട. സോ രണ്ട് ഈക്വൽ ലെങ്ത് തന്നെ. ഇപ്പോൾ ഓർത്ത് വെക്കുക, ഈക്വൽ ലെങ്ത് അല്ലെങ്കിൽ രണ്ടും എന്താക്കണം? ഈക്വൽ ലെങ്ത് ആക്കണം. മാക്സിമം വാല്യൂ ഏതാണോ അതിലോട്ടാക്കുക. ഒരെണ്ണം 5 ഒരെണ്ണം 3 ആണെങ്കിൽ രണ്ടും എന്താക്കി മാറ്റുക? 5 ആക്കി മാറ്റുക. അപ്പോൾ 3 സാമ്പിൾസ് ഉള്ളതിന്റെ കൂടെ 2 സീറോസും കൂടെ അപ്പൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സീക്വൻസ് എടുത്തു, x2 of n എടുത്തു. x2 of n എന്ന് പറയുന്നത് എന്താക്കി മാറ്റണം? 4 സാമ്പിൾസ് അല്ലേ, അപ്പോൾ ഒരു 4 by 4 മെട്രിക്സ് ആക്കി മാറ്റണം. 4 റോസും 4 കോളംസും ഉള്ള ഒരു 4 by 4 മെട്രിക്സ് ആക്കി മാറ്റണം. സോ 1 2 3 4 അതുപോലെ എഴുതി. ഇനി 4നെ മേലോട്ട് കൊണ്ടുപോയി, ബാലൻസ് ഉള്ളത് 1 2 3 അതുപോലെ എഴുതി. 3നെ മേലോട്ട് കൊണ്ടുപോയി, ബാലൻസ് ഉള്ളത് 4 1 2 4 1 2 താഴോട്ട് എഴുതി. വീണ്ടും 2നെ മേലോട്ട് കൊണ്ടുപോയി, ബാക്കിയുള്ളത് 3 4 1 3 4 1 അതുപോലെ എഴുതി. ഇപ്പൊ എങ്ങനെയാ? 1 2 3 4 എഴുതി, 4നെ മേലോട്ട് കൊണ്ടുപോയി, സോ ബാക്കിയുള്ള 1 2 3, 3നെ മേലോട്ട് കൊണ്ടുപോയി, ബാക്കിയുള്ള 4 1 2, 2നെ മേലോട്ട് കൊണ്ടുപോയി, ബാക്കിയുള്ള 3 4 1. അപ്പോൾ ഒരു 4 by 4 മെട്രിക്സ് ആയി. ഇനി റിപ്പീറ്റ് ചെയ്താൽ ആദ്യത്തെ കോളം അതുപോലെ വരും. സോ ഇതിപ്പോ ഒരു 4 by 4 മെട്രിക്സ് ആയി. 4 റോസും 4 കോളംസും ഉള്ള ഒരു 4 by 4 മെട്രിക്സ്. ഇനി ഫസ്റ്റ് സീക്വൻസ് 1 1 2 1 അതുപോലെ എഴുതി. ഇനി എന്ത് ചെയ്താൽ മതി? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ 1 into 1 plus 4 into 1 plus 3 into 2 plus 2 into 1. സോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 13 കിട്ടും. അടുത്ത വാല്യൂ 2 into 1 plus 1 into 1 plus 4 into 2 plus 3 into 1. സോ ആൻസർ എന്ത് കിട്ടും? 14. അടുത്ത നെക്സ്റ്റ് 3 into 1 plus 2 into 1 plus 1 into 2 plus 4 into 1. So answer is 11. Next 4 into 1 plus 3 into 1 plus 2 into 2 plus 1 into 1. So answer in the term 12. So output y of n is equal to 13, 14, 11, 12. The next method using DFT and IDFT. ഇതിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? രണ്ട് സീക്വൻസസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? x1 of n ഉം x2 of n ഉം. അപ്പോൾ അതിന്റെ എന്താ എടുക്കണം? ഫസ്റ്റ് നമ്മൾ x1 of n ന്റെ DFT എടുക്കുന്നു, അപ്പോൾ നമുക്ക് x1 of k കിട്ടുന്നു. x2 of n ന്റെ എൻഡ് പോയിന്റ് DFT എടുക്കുന്നു, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x2 of k കിട്ടും. ഇനി x1 of k ന്റെയും x2 of k യുടെയും പ്രോഡക്റ്റ് എടുക്കുകയാണ്. സോ അതിനെ ഞാൻ എങ്ങനെ എടുത്തു? ലെറ്റ് ദ പ്രോഡക്റ്റ് ബി x3 of k. സോ x3 of k is equal to x1 of k into x2 of k. അപ്പോൾ എന്തൊക്കെ ചെയ്ത്? x1 of n ന്റെ DFT x1 of k, x2 of n ന്റെ DFT x2 of k രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അതിന്റെ പ്രോഡക്റ്റ് എന്തായിട്ട് എടുത്തു? x3 of k ആയിട്ട് എടുത്തു. ഇനി കൺവല്യൂഷൻ തിയറം വെച്ചിട്ട് നമുക്ക് അറിയാം, സർക്കുലർ കൺവല്യൂഷൻ തിയറം വെച്ചിട്ട് എന്താണ്? DFT of x1 of n സർക്കുലർ കൺവല്യൂഷൻ x2 of n is equal to x1 of k into x2 of k. ഇവിടെ x1 of n സർക്കുലർ കൺവല്യൂഷൻ x2 of n നെ എങ്ങനെ ഡിനോട്ട് ചെയ്യാണ്? x3 of n എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടുള്ളത് എന്താണ്? x3 of n ആണ് കണ്ടുപിടിക്കേണ്ടുള്ളത്. രണ്ട് സീക്വൻസിന്റെ സർക്കുലർ കൺവല്യൂഷൻ x3 of n ആണ് കണ്ടുപിടിക്കേണ്ടുള്ളത്. സോ x1 of n സർക്കുലർ കൺവല്യൂഷൻ x2 of n എന്തായിട്ട് എടുത്തു? x3 of n ആയിട്ട് എടുത്തു. ഇനി x1 of k into x2 of k എന്ന് പറയുന്നത് എന്താണ്? x3 of k എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഈ പ്രോപ്പർട്ടി എങ്ങനെ എഴുതാം? DFT of x1 of n സർക്കുലർ കൺവല്യൂഷൻ x2 of n എങ്ങനെ ഡിനോട്ട് ചെയ്യാണ്? x3 of n. സോ DFT of x3 of n is equal to x1 of k into x2 of k എന്താണ്? x3 of k. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇതിന്റെ IDFT എടുത്താൽ ഈ സൈഡിൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? x3 of n കണ്ടുപിടിക്കാൻ പറ്റും. സോ ഓൺ ടേക്കിംഗ് IDFT ഇവിടെ എന്തായിട്ട് മാറും? x3 of n is equal to IDFT of x3 of k. അല്ലെങ്കിൽ എന്ത് എഴുതാം? IDFT of x1 of k into x2 of k. അപ്പം x3 of n സർക്കുലർ കൺവല്യൂഷൻ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം? IDFT of x1 of k into x2 of k.
അപ്പോൾ ഈ മെത്തേഡിൽ എന്താ ചെയ്യുക? രണ്ട് സീക്വൻസസ് ഉണ്ട്, x1 of n ഉണ്ട്, x2 of n ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? x1 of n ന്റെ DFT കണ്ടുപിടിക്കുക, x1 of k കിട്ടും. x2 of n ന്റെ DFT കണ്ടുപിടിക്കുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x2 of k കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഈ x1 of k യും x2 of k യും തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x3 of k കിട്ടും. ആ കിട്ടിയ x3 of k യുടെ എന്തെടുത്താൽ മതി? IDFT എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x3 of n കിട്ടും. അതെന്ന് പറയുന്നത് എന്താണ്? സർക്കുലർ കൺവല്യൂഷൻ ഓഫ് x1 of n ആൻഡ് x2 of n ആണ്. നെക്സ്റ്റ് DFT ആൻഡ് IDFT മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്. x1 of n 1 1 2 1, x2 of n 1 2 3 4. സോ ഈ മെത്തേഡിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം x1 of n ന്റെ DFT x1 of k കണ്ടുപിടിക്കണം, x2 of n ന്റെ DFT x2 of k കണ്ടുപിടിക്കണം, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് x3 of k കിട്ടും. അതിന്റെ IDFT എടുത്താൽ നമുക്ക് ആൻസർ, ഫൈനൽ ആൻസർ കിട്ടും. സോ ആദ്യം എന്ത് കണ്ടുപിടിക്കുകയാണ്? അപ്പോൾ നമുക്ക് x3 of k കണ്ടുപിടിക്കണം. അതിന് x1 of k into x2 of k. ആദ്യം x1 of k കണ്ടുപിടിക്കുന്നു. ഇതിലിപ്പോൾ ഇക്വേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആരെ കണ്ടുപിടിക്കണം? x1 of k കണ്ടുപിടിക്കുന്നു. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. സോ x1 of k എന്ത് ചെയ്യുന്നു? കണ്ടുപിടിച്ചു. സോ ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ x2 of n ന്റെ DFT കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് കിട്ടും? x2 of k കിട്ടും. അതുപോലെ തന്നെ x2 of k കണ്ടുപിടിച്ചു, x1 of k കണ്ടുപിടിച്ചു, x2 of k കണ്ടുപിടിച്ചു. ഇവിടെ നമ്മൾ x2 of k ഇവിടെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. അതിനേക്കാൾ കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും നമ്മൾ ആ ട്വിഡിൽ ഫാക്ടർ മെട്രിക്സ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇവിടെ എങ്ങനെയാ? x2 of n എഴുതിയിട്ടുണ്ട്. ഈ രീതിയിൽ ഇക്വേഷൻ യൂസ് ചെയ്യാണ്ട് ഈ മെട്രിക്സ് ഉപയോഗിച്ച് കുറച്ചുകൂടി ഈസിയർ ആയിട്ട് കണ്ടുപിടിക്കാം. x2 of n ദാണ്ട് 1 2 3 4 ആരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ട്വിഡിൽ ഫാക്ടർ മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 പോയിന്റിന്റെ ട്വിഡിൽ ഫാക്ടർ മെട്രിക്സ് ആണ് ഇത്, ഈ മെട്രിക്സ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. സോ ആ 4 പോയിന്റിന്റെ ട്വിഡിൽ ഫാക്ടർ മെട്രിക്സും ഈ 1 2 3 4 ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x2 of k കിട്ടും. സോ നിങ്ങൾ ഇത്രയും സ്റ്റെപ്സ് എഴുതി കണ്ടുപിടിച്ച ഈ സംഭവം നമുക്ക് ഈ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലൂടെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇത് 4 പോയിന്റിന്റെ ആണ്. നമ്പർ ഓഫ് സാമ്പിൾസ് വേരി ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ ട്വിഡിൽ ഫാക്ടർ മെട്രിക്സ് മാറും. സോ അതുപോലെ തന്നെ x1 of k കണ്ടുപിടിച്ചത് ഇതുപോലെ എന്ത് ചെയ്താൽ മതി? ഈ ട്വിഡിൽ ഫാക്ടർ മെട്രിക്സ് എടുക്കുക, x1 of n ന്റെ വാല്യൂസ് എഴുതുക, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? x1 of k യും കിട്ടും. അപ്പോൾ x1 of k യും കണ്ടുപിടിച്ചു, x2 of k യും കണ്ടുപിടിച്ചു. ഒന്നുകിൽ ഇതുപോലെ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ട്വിഡിൽ ഫാക്ടർ മെട്രിക്സ് ഉപയോഗിച്ചിട്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലൂടെ കണ്ടുപിടിക്കുക. ഇനി അടുത്ത എന്താണ്? x1 of k യും x2 of k യും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ രണ്ടും കൂടെ തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. കറസ്പോണ്ടിങ് സാമ്പിൾസ്, രണ്ടിന്റെയും കറസ്പോണ്ടിങ് സാമ്പിൾസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ x1 of 0 യും അടുത്ത x2 of 0 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 50 കിട്ടി. അതുപോലെ രണ്ടും കൂടെ എന്ത് ചെയ്തു? കറസ്പോണ്ടിങ് സാമ്പിൾസ് മൾട്ടിപ്ലൈ ചെയ്തു, x3 of k കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? x3 of k യുടെ IDFT കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? x3 of n കിട്ടും. അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. സോ IDFT ഇക്വേഷൻ എഴുതി നമ്മൾ എന്ത് ചെയ്യാണ്? ഇക്വേഷൻ വെച്ചിട്ട് IDFT വെച്ചിട്ട് കണ്ടുപിടിച്ചു. സോ നിങ്ങൾക്ക് എന്ത് കിട്ടും? x3 of n is equal to 13 14 11 12 എന്ന് പറഞ്ഞ് കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കിയിട്ട് വെരിഫൈ ചെയ്യാം. മെട്രിക്സ് മെത്തേഡ് ഈസിയർ ആയതുകൊണ്ട് ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതേ ആൻസർ തന്നെയാണോ എന്നൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതും നിങ്ങൾക്ക് ഇതുപോലെ ഈ IDFT കണ്ടുപിടിക്കുന്നതും ഇതുപോലെ ഈ ഇക്വേഷൻ മെത്തേഡ് യൂസ് ചെയ്യാണ്ട് ആ ട്വിഡിൽ ഫാക്ടർ മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയർ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ മെത്തേഡിൽ എന്തൊക്കെയാണ് ചെയ്തത്? ആദ്യം തന്നിരിക്കുന്ന രണ്ട് സീക്വൻസിന്റെയും DFT കണ്ടുപിടിച്ചു, x1 of k യും x2 of k യും, പിന്നെ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ x3 of k കിട്ടി. പിന്നെ ആ കിട്ടിയതിന്റെ എന്തെടുത്താൽ മതി? IDFT കണ്ടുപിടിച്ച് നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ കിട്ടും. Next problem നോക്കുക. Consider the sequences x1 of n 0 1 2 3 4 and x2 of n 0 1 0 0 0. Determine a sequence y of n so that y of k is equal to x1 of k into x2 of k. ഇവിടെ ഡയറക്റ്റ് ഈ രണ്ട് സീക്വൻസിന്റെ സർക്കുലർ കൺവല്യൂഷൻ കണ്ടുപിടിക്കണം എന്ന് പറയാണ്ട് അവരെങ്ങനെ തന്നിരിക്കുകയാണ്? y of n കണ്ടുപിടിക്കാൻ പറയുന്നു. y of n എന്ന് പറയുന്നത് എന്തും പറഞ്ഞിട്ടുണ്ട്? y of k is equal to x1 of k into x2 of k എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടുള്ള എന്താണ്? y of n ആണ്. y of k അവർ തന്നിട്ടുണ്ട്. സോ y of n കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? IDFT of y of k എടുത്താൽ മതി. കണ്ടുപിടിക്കേണ്ടുള്ളത് y of n. y of n കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? IDFT of y of k എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? IDFT of x1 of k into x2 of k. IDFT of x1 of k into x2 of k എന്ന് പറയുന്നത് എന്താണ്? x1 of n സർക്കുലർ കൺവല്യൂഷൻ x2 of n. അപ്പോൾ y of n കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? x1 of n സർക്കുലർ കൺവല്യൂഷൻ x2 of n എടുത്താൽ മതി.
അപ്പോൾ പറഞ്ഞിരിക്കുന്ന y of n കണ്ടുപിടിക്കാൻ. സോ y of n കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? IDFT of y of k, അതായത് IDFT of x1 of k into x2 of k. അതെന്ന് പറയുന്നത് എന്താണ്? x1 of n circular convolution x2 of n ആണ്. സോ x1 of n circular convolution x2 of n ഈസി ആയിട്ട് ഏത് മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം? മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. സോ ഇവിടെ ആണെങ്കിൽ നോക്കിക്കേ, ഫസ്റ്റ് നമ്മൾ സാധാരണ എപ്പോഴും പറഞ്ഞ എന്താണ്, സെക്കൻഡ് സീക്വൻസ് എടുക്കുന്നു. ഇതിലിപ്പോ രണ്ട് സീക്വൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ചെയ്താലും ഒരു പ്രശ്നമില്ല. ഇപ്പൊ എന്ത് ചെയ്തു? x1 of n എടുത്തു. x1 of n നെ എന്താക്കി മാറ്റി? ഒരു എത്ര ഉണ്ട് വാല്യൂസ്? 5 വാല്യൂസ് ഉണ്ട്. ഒരു 5x5 മെട്രിക്സ് ആയി മാറ്റുന്നു. 0 1 2 3 4 വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് 4 അങ്ങോട്ട് പോയി 0 1 2 3. സോ ഈ രീതിയിൽ എന്ത് ചെയ്തു? ഒരു 5x5 മെട്രിക്സ് ആയിട്ട് എടുത്തു. അടുത്ത സീക്വൻസ് എന്തെടുത്തു? 0 1 0 0 0 എന്ന് പറഞ്ഞ അടുത്ത സീക്വൻസ് എടുത്തു. ഇത് വേണമെങ്കിൽ തിരിച്ചും ചെയ്യാം. ഇതിന് നമുക്ക് വേണമെങ്കിൽ 5x5 മെട്രിക്സ് ആക്കി എഴുതാം. ഇതിന് 0 1 2 3 4 എന്ന് എഴുതാം. രണ്ടായാലും ആൻസർ സെയിം തന്നെ ആയിരിക്കും. പിന്നെ എന്ത് ചെയ്യാണ്? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. സോ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 4 0 1 2 3. സോ y of n is equal to 4 0 1 2 3. ഇത് സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ രണ്ട് സീക്വൻസ് x1 of n തന്നു, x2 of n തന്നിട്ടുണ്ട്. ഫൈൻഡ് x3 of n such that x3 of k is equal to x1 of k into x2 of k. ഡയറക്റ്റ് സർക്കുലർ കൺവല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞില്ല, ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് പറഞ്ഞേക്കുന്നു. ഇപ്പൊ x3 of n കണ്ടുപിടിക്കണം. x3 of n എന്ന് പറയുന്നത് എന്താണ്? x3 of n means IDFT of x3 of k. x3 of k എന്ന് പറയുന്നത് എന്താണ്? x1 of k into x2 of k. So IDFT of x1 of k into x2 of k. So property വെച്ചിട്ട് നമുക്കറിയാം IDFT of x1 of k into x2 of k എന്ന് പറയുന്നത് എന്താണ്? x1 of n circular convolution x2 of n. So x3 of n എന്ന് പറയുന്നത് എന്താണ്? x1 of n circular convolution x2 of n. So x1 of n എഴുതി, x2 of n എഴുതി. ഇവിടുത്തെ കേസിൽ ഇതാണ്ട് x2 of n നെ എന്ത് ചെയ്തു? 4x4 മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. x1 of n നെ കോളം മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. രണ്ടും കൂടെ എന്ത് ചെയ്യുന്നു? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടുന്നു? y of n കിട്ടുന്നു. ഇത് രണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ തിരിച്ചു മറിച്ചും നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. രണ്ടും എന്തായിരിക്കും? സെയിം ആൻസർ ആയിരിക്കും. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതേ ക്വസ്റ്റ്യൻ തന്നെ, ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടെന്നേ ഉള്ളൂ. x of n തന്നിട്ടുണ്ട്, എന്നിട്ട് 5 പോയിന്റ് DFT കണ്ടുപിടിക്കാൻ പറയുന്നു. 5 പോയിന്റ് DFT ആണ് ഇവിടെ ശ്രദ്ധിക്കണം. 5 പോയിന്റ് if we compute a 5 point DFT of എന്ന് പറഞ്ഞിട്ടാണ് y of k is equal to x square of k. y of k is equal to x square of k എന്ന് വെച്ച മീനിങ് എന്താണ്? y of k is equal to x of k into x of k. സെയിം സീക്വൻസിന്റെ തന്നെ DFT എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. y of k is equal to x square of k എന്ന് വെച്ചാൽ y of k is equal to x of k into x of k. To obtain a sequence y of n, determine y of n for n is equal to 0 1 2 3 4. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് 5 പോയിന്റ് DFT ആണ്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നതിൽ എത്ര സാമ്പിൾസേ ഉള്ളൂ? 4 സാമ്പിൾസേ ഉള്ളൂ. 5 പോയിന്റ് എന്ന് അവർ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് എത്ര ആക്കി മാറ്റണം? നമുക്ക് 5 സാമ്പിൾസ് ആക്കി മാറ്റണം. അപ്പൊ ഇനി ഇവിടെ ഒരു കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ആരാണ്? y of n നെ കണ്ടുപിടിക്കുക. സോ y of n is equal to IDFT of എന്താണ്? y of k. y of k എന്താന്ന് അവർ തന്നിട്ടുണ്ട്? x square of k. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? IDFT of x of k into x of k എന്ന് എഴുതാം. അപ്പൊ അതിനെ നമുക്ക് IDFT of x of k into x of k എന്ന് പറയുന്നത് എന്താണ്? ഇത് രണ്ട് സീക്വൻസിന്റെ സർക്കുലർ കൺവല്യൂഷൻ. സോ x of n സർക്കുലർ കൺവല്യൂഷൻ x of n. ഇവിടെ x of k x of k ആണ്. x of n circular convolution x of n. അപ്പം ഇനി ഇവിടെ എന്ത് ചെയ്യണം? എന്ത് ശ്രദ്ധിക്കണം? 4 സാമ്പിൾസ് വെച്ച് പറ്റില്ല. 5 പോയിന്റ് എന്ന് അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 0 കൂടി അപ്പൻഡ് ചെയ്ത് കൊടുക്കണം. 2 1 0 1 ഒരു 0 കൂടി അപ്പൻഡ് ചെയ്ത് കൊടുത്ത് അത് എന്താക്കി? 5 സാമ്പിൾസ് ആക്കി മാറ്റി. ഇവിടെയും ഇൻപുട്ട് ഇവിടെ എങ്ങനെയാണ്? 2 1 0 1 ഒരു 0 കൂടി എഴുതി കൊടുത്ത് എന്താക്കി മാറ്റി? 5 സാമ്പിൾസ് ആക്കി മാറ്റി. ഇതൊരു 5x5 മെട്രിക്സ് ആക്കി മാറ്റി. ഇതൊരു കോളം മെട്രിക്സ് ആയിട്ട് എഴുതി. ഇവിടെ രണ്ട് സീക്വൻസ് സെയിം ആണ്, x of n x of n. സോ രണ്ടിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു നമുക്ക് എന്ത് കിട്ടും? y of n കിട്ടും.